ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആദ്യത്തെ വചനം ഇതാണ്. മത്തായി സുവിശേഷത്തിന്റെ 13-ാം അധ്യായം. മത്തായി സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഭാരതീയ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് തരുന്ന ഒന്നാമത്തെ വചനം അതാണ്. 13-ാം അധ്യായം 16-ാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യം. തിരുവചനം ബൈബിൾ ഉണ്ടെങ്കിൽ എന്നെടുത്ത് വായിക്കാമോ? ഒന്നിച്ച് വായിക്കാമെങ്കിൽ വായിക്കാം, നമുക്ക് ഒന്നിച്ച് വായിക്കാം. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവകളെ ഈ കൺവെൻഷന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു തലവാക്യം. നമുക്ക് വചനമുണ്ട്, ആ വചനത്തിലേക്ക് നമ്മൾ വരാം. ഈ ദിവസത്തിന് കിട്ടിയ ഒരു തലവാക്യം ഇതാണ്, പ്രധാന വാക്യം ഇതാണ്. തിരുവചനം പഠിപ്പിക്കുക, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത് ഒരു പുതിയ യാത്രയിലേക്കാണ്. ഈ കണ്ണാടി മാറ്റി വെച്ചിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഈ കണ്ണാടി വെച്ച് കാണുന്ന ആ കാഴ്ചയല്ല, ഉൾക്കണ്ണുകൊണ്ട് അപ്പുറത്തുള്ള കാഴ്ചകൾ. ഹല്ലേലൂയ. അതിന്റെ പേര് ദർശനം എന്ന് പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കൊരു കുഴപ്പമുണ്ട്, ഈ ഹല്ലേലൂയ പറയാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ജെറൂസലേമിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹല്ലേലൂയ. ബൈബിളെടുത്ത് വായിച്ചു, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന് ഹല്ലേലൂയ, ഇല്ലെങ്കിൽ ആമേനുണ്ട്, അല്ലെ പരിശുദ്ധ. 3 വാക്കുകൾ പഠിക്കാൻ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. 3 കാര്യങ്ങൾ ഇത് പറഞ്ഞു പഠിച്ച് ഇതൊരു തഴക്കം പറഞ്ഞത്. ഇതൊരു ശീലമാണ്, അറിയാതെ പറഞ്ഞു പോണം. ഇത് എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. ദൈവമക്കൾ, ദർശനങ്ങളിലേക്ക് കണ്ണുയർത്തി നിൽക്കുന്ന ഒരു വ്യക്തി, ദർശനങ്ങളിലേക്ക് കണ്ണുയർത്തി നിൽക്കുന്ന ഒരു കുടുംബം, ദർശനങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു പുരോഹിതൻ, ദർശനത്തിലേക്ക് കണ്ണുയർത്തി നിൽക്കുന്ന ഒരു സന്യാസിനെ, ദർശനത്തിലേക്ക് കണ്ണുയർത്തി നിൽക്കുന്ന ഒരു സഭ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായത്, ഈ കാലഘട്ടത്തിന് ആവശ്യമായത്. ഹല്ലേലൂയ. നമ്മൾ ദർശനമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത്, ദർശനമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നത്, ദർശനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തളർന്നിരിക്കുന്നത്. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനമുള്ളവർക്ക് ജീവിതം മുഴുവൻ സൗഭാഗ്യമാണ്. ദർശനം അതാ പ്രധാനപ്പെട്ട കാര്യം. സീയിങ് ബിയോണ്ട്, സീയിങ് ബിയോണ്ട് ഓർ സീയിങ് ബിഹൈൻഡ്. കാൽവരി കുരിശ് മാത്രം കണ്ടു നിൽക്കുന്നവൻ അവരോട് തോറ്റു നിൽക്കത്തേ ഉള്ളൂ. അത് നീ കണ്ണുകൊണ്ട് കാണുന്നൊരു കാഴ്ചയാണ്. ഇതിനപ്പുറത്ത് നീ കാണുന്നൊരു കാഴ്ചയുണ്ട്, അതിന്റെ പേരാണ് ഉത്ഥാനം. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എല്ലാവരും കൂടെ പറഞ്ഞ ഹല്ലേലൂയ. 3 മണി വരെ നമ്മുടെ പരിപാടി ഇതാണ്. അതുകൊണ്ട് ആരും ഇത് ഉറങ്ങാന്നോ അല്ലെങ്കിൽ മടുക്കുന്നോ ഒന്നും വിചാരിക്കണം. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ ഇടയ്ക്ക് കൈപ്പൊക്കി ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യം, എന്തെന്നാൽ നമുക്ക് കേൾക്കുന്നതിന് അപ്പുറത്തൊരു കേൾവിയുണ്ട് മക്കളെ. കേൾക്കുന്നതിന് അപ്പുറത്തൊരു കേൾവിയുണ്ട്. നമ്മൾ സാധാരണ പച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുക ചില കാര്യങ്ങൾ, പക്ഷേ ഇതിനപ്പുറത്ത് ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഒരു അനുഭവമുണ്ട്. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് ഈ 4 ദിവസങ്ങളിൽ മക്കളെ വിളിക്കുന്ന ഇക്കാര്യങ്ങൾക്ക്. കാണുന്നതിന് അപ്പുറത്തുള്ള കാഴ്ച, കേൾക്കുന്നതിന് അപ്പുറത്തുള്ളൊരു കേൾവി. ഹല്ലേലൂയ. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും അവ കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അവളെ ജീവിതം ഉറപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. അനേകം രാജാക്കന്മാരും അനേകം പ്രവാചക നീതിമാനും വിശുദ്ധരെന്നങ്ങ് പറഞ്ഞാൽ മതി. അനേകം പ്രവാചകന്മാരും വിശുദ്ധരും ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ ഈ ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അനേകർ ആഗ്രഹിച്ച കാര്യം മക്കളെ, അനേകർ കൊതിച്ച കാര്യമാണ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ച ഒരു യുവാവ് ഒരു വിദേശത്തെ ഒരു രാജ്യത്താണ്,
ഒരു യുവാവ് എന്നോട് പറയുമായിരുന്നു, അവൻ ജീവിതത്തിൽ അല്പ പ്രതിസന്ധി കൂടെ കടന്നു പോകുമായിരുന്നു. ഒരു വിദേശ രാജ്യത്ത് മൈഗ്രേറ്റ് ചെയ്തു. അറിവില്ലാത്ത ഭാഷ, ഡച്ച് ഭാഷ അറിയത്തില്ല, അയലോക്കം പരിചിതമല്ല, ഒന്നും പരിചിതമല്ല. പള്ളിയിൽ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നു. നാട്ടിൽ നിന്ന് സംഗതികളെല്ലാം അയച്ചു 3-4 മാസം എടുത്തെത്താനായിട്ട്. അങ്ങനെ വിഷമിച്ചു. ഇവിടെ രാജകുമാരനായിട്ട് രാജാവായിട്ട് ജീവിച്ചവൻ അവിടെ ചെന്ന് വല്ലാതെ വിഷമിക്കുക. കൂട്ടത്തിൽ 1-2 അസുഖം കൂടെ വരുന്നു. ഇങ്ങനെ വിഷമിച്ചിരുന്ന കൊച്ചനോട് പറഞ്ഞൊരു വാക്യം നിങ്ങൾ കേൾക്കണോ? അച്ഛാ, രാത്രിയിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇവൻ എന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛാ, രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്ന എൻ്റെ ഭാര്യ പറയണേ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നൊരു തലമുണ്ട്. നമ്മൾ ഭൂമിയുടെ തലത്തിൽ കിടന്ന് ചീഞ്ഞു പോകും മക്കളെ. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നത് സകലതും ചീഞ്ഞു പോകും. നിങ്ങൾ കാണുന്നതെല്ലാം അഴുകിപ്പോകും. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇല്ലാതാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒച്ചപ്പാടിന് അപ്പുറത്ത് വേറൊരു ഒച്ചപ്പാടുണ്ട് മക്കളെ. ഈ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഈ ഹല്ലേലൂയായ്ക്ക് അപ്പുറത്ത് മാലാഖമാര് പറയുന്നൊരു ഹല്ലേ. നമ്മുടെ ഈ സ്വരത്തിലല്ല മാലാഖമാരുടെ സ്വരം. ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എന്നോട് പറയുക, ഇങ്ങനെ അവരുടെ ആത്മാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആത്മാവ് നമുക്ക് ശരീരമുണ്ട്, ബോഡി. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബോഡിയിൽ എനിക്ക് പറയാം. 2 എൻ്റെ മൈൻഡുണ്ട്. ഇപ്പം മൈൻഡ് എനിക്ക് തരണമെന്നില്ല ഇത് പറയാൻ. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ വേറെ വല്ലതും ആലോചിച്ചുകൊണ്ട് പറയാറില്ലേ? ബട്ട് കോൺഷ്യസ്ലി വി സേ, നമുക്ക് പ്രാർത്ഥിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ കണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. മറ്റേത് സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ചൊല്ലുന്നതാണ്. അത് ശരീരത്തിൻ്റെ പ്രാർത്ഥന. നമ്മുടെ മിക്കവാറും പ്രാർത്ഥനകൾ 90% പ്രാർത്ഥനകളും ശരീരത്തിൻ്റെ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് അത് കേൾക്കപ്പെടുന്നില്ല. ഒരു ഹല്ലേലൂയ പറയാൻ ഇഷ്ടമുള്ളവർ പറഞ്ഞു. അവള് നമ്മുടെ അബദ്ധമാണ്. അച്ഛൻ ഉൾപ്പെടെയാണ്. അച്ഛൻ്റെ ചില കുർബാനകള് ശരീരത്തിന് കുർബാനയാണ്. അച്ഛൻ്റെ ചില കുർബാന ശരീരത്തിന് കുർബാനയാണ്. ഇൻ ദ ബോഡി, ഫിസിക്കൽ ലെവൽ സാധാരണ പോകാറില്ല. അപ്പം ഇച്ചിരി കൂടെ വരും. 2 മനസ്സിൻ്റെ കുർബാനയുണ്ട്. എനിക്കറിയാം, ഞാൻ പറയുമ്പം അവൻ അപ്പമെടുത്തു വാട്ടി വിഭജിച്ചു കൈവറയ്ക്കും. ഹൃദയമിടിപ്പ് വ്യത്യാസപ്പെടും. അതും സ്പിരിച്വലല്ല മക്കളെ. ഞാൻ വിചാരിച്ചു അത് സ്പിരിച്വലാണ്. പരിശുദ്ധാത്മാവ് അടുത്ത നാളുകളിൽ തന്ന ഒരു ബോധ്യവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പം അതും സ്പിരിച്വൽ അല്ല, ഇറ്റ്സ് മെൻ്റൽ, മൈൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അച്ഛൻ പുസ്തകം നമുക്കൊരു തരിപ്പ് തോന്നുന്നു. അയ്യോ, അച്ഛൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ദ ബോഡി, മൈൻഡും ബോഡി ലെവലിൽ നിൽക്കുക. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച കാര്യം ഒരു ആത്മാവിന് തല, ദ സ്പിരിറ്റ് കുർബാന ചൊല്ലുമ്പോൾ വിശുദ്ധ പാതിരപ്പിയെ പറ്റി കേട്ടിട്ടില്ലേ? വിശുദ്ധ പാതിരപ്പിയെ കുർബാന ചൊല്ലുമ്പോൾ 2, 3, 4 മണിക്കൂർ എടുക്കും. പാതിരപ്പിയെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ആത്മാവിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നു. ആത്മാവിൽ ചില വാക്ക് പറഞ്ഞിട്ട് പാതിരപ്പി ഇങ്ങനെ ഫാദർ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ആ ഒരു ധ്യാനത്തിലേക്ക് ഇങ്ങനെ സ്വർഗത്തിൽ പോയി പിതാവിനെ കടിച്ച് തിരിച്ചു വരണം. കുറച്ച് സമയം പിടിക്കും. ആത്മാവിലുള്ള പ്രാർത്ഥന മക്കളെ, ദൈവത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായത്. നമ്മളെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ഫിസിക്കലാണ്, അല്ലെങ്കിൽ ഇച്ചിരി കൂടി മൈൻഡ് ലെവലിലാണ്, സ്പിരിച്വൽ ലെവലിലുണ്ട് മക്കളെ. ഇതിനപ്പുറത്തല്ല. കുർബാനയ്ക്ക് കയറി വിശുദ്ധന് പറഞ്ഞിട്ടില്ലേ? കുർബാനയെ പറ്റി ദർശനം കിട്ടിയവരോ ഇങ്ങനെ കുർബാനയ്ക്ക് അച്ഛൻ ഇങ്ങനെ വന്നു നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ കാണാനില്ല. ഇതാ ക്രിസ്തു വന്നിങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ വലതുവശത്തേക്ക് പരിശുദ്ധമ്മ നിൽക്കുന്നു, ഇടതുവശത്ത് യോസേപ്പ് പിതാവ് നിൽക്കുന്നു. ഇതാ വിശുദ്ധ പത്രോസ് നിൽക്കുന്നു, പൗലോസ് നിൽക്കുന്നു, തോമാസ് ലേഖ നിൽക്കുന്നു, അന്തോണിയോസ് പുണ്യാളൻ നിൽക്കുന്നു. ദർശനങ്ങളെ പറ്റി സ്പിരിച്വൽ. ദൈവങ്ങളെ, ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് ഈ ഒരു സ്പിരിച്വൽ അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയാ വേണ്ടേ? അത് വേണമെങ്കിൽ ഒച്ചത്തിൽ ഹല്ലേലൂയാ പറഞ്ഞോ. ഞങ്ങളെ ജീവിതം മാറും. അമ്മത്രേസ്യ പറയുന്നുണ്ട്.
അമ്മത്രേസ്യ ദിവ്യകാര്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മത്രേസ്യ ഇങ്ങനെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. കുർബാന സ്വീകരിച്ചിട്ട് അമ്മത്രേസ്യ വാവിട്ട് നിലവിളിച്ച് അവസാനം ഫെയിൻ്റഡായി തലയുറ്റി അവിടെ വീഴുക. ആളുകൾ വിചാരിച്ചു ഇതെന്തൊരു പരിപാടിയാണ്. പക്ഷെ ദൈവങ്ങളെ അമ്മ സ്നേഹ പാരവശ്യത്തിലേക്ക് പോകുമായിരുന്നു അമ്മത്രേസ്യ. There is something great about a faith, മക്കളെ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല വിഷയം ഇനിയും പറയാനുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല യാഥാർത്ഥ്യം ഇനിയും കാണാനിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല മക്കളെ വിഷയം നമ്മൾ ഇനി കേൾക്കാനിരിക്കുന്നത് ആ വിഷയം. ഹല്ലേലൂയ.